സുഹൃത്തുക്കളുടെ ലഹരി ഉപയോഗം അധ്യാപകരെ അറിയിച്ച വിദ്യാർത്ഥിയുടെ ജനനേന്ദ്രിയം തകർത്ത സംഭവത്തിൽ തൊടുപുഴ ഗ്രാൻഡിസ് ടെക്നോളജി എന്ന സ്ഥാപനത്തിലേക്ക് SFIയുടെ മാർച്ച്. സ്ഥാപനത്തിലെ ജീവനക്കാരും വിദ്യാർത്ഥികളും SFI പ്രവർത്തകരും ഉന്തും തള്ളുമുണ്ടായി. സ്ഥാപന മേധാവികളുമായി നേതാക്കൾ ചർച്ച നടത്തുകയാണ്. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി ചേരുകയാണ്. രാഹുൽ, കേട്ടാൽ ഞെട്ടുന്ന വാർത്തയാണ്. ലഹരി ഉപയോഗിക്കുന്ന ഒരു വിദ്യാർത്ഥി അറിയിക്കുന്നു, അതിന്റെ പേരിൽ ക്രൂരമായ ആക്രമണം നടത്തുക എന്ന് പറഞ്ഞാൽ അത് സഹിക്കാനോ പൊറുക്കാനോ കഴിയുന്ന ഒരു കാര്യമല്ല. അതുണ്ടായ സ്ഥാപനമാണ്. അവിടേക്കാണ് SFIയുടെ മാർച്ച് ഉണ്ടായിരിക്കുന്നത്. എങ്ങനെയാണ് ഉന്തും തള്ളും ഉണ്ടായത്? അത് വലിയ ക്രൂരതയാണ്. കണ്ണിൽ ചോരയില്ലാത്ത ഒരു ക്രൂരത തന്നെയാണ് തൊടുപുഴയിലെ ഗ്രാൻഡീസ് എന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്നത്. ആ സംഭവം ഇന്ന് രാവിലെ നമ്മൾ വലിയ ഞെട്ടലോടെയാണ് കേൾക്കുകയും കാണുകയും ചെയ്തത്. ആ സംഭവത്തിലാണ് ഇപ്പോൾ SFIയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം ഈ സ്ഥാപനത്തിലേക്ക് നടക്കുന്നത്. അല്പസമയം മുമ്പായിരുന്നു SFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗ്രാൻഡീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. പോലീസ് ഉണ്ടായിരുന്നെങ്കിൽ കൂടി ഈ പ്രവർത്തകർ ഈ സ്ഥാപനത്തിന്റെ അകത്തേക്ക് തള്ളിക്കയറുകയായിരുന്നു. പ്രവർത്തകർ സ്ഥാപനത്തിനുള്ളിലേക്ക് തള്ളിക്കയറിയതോടെയാണ് അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരുമായി ഉന്തം തള്ളും ഉണ്ടായത്. തുടർന്ന് ഇപ്പോൾ ഈ ഗ്രാൻഡീസിന്റെ ഉദ്യോഗസ്ഥരുമായി, അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ആക്രമിച്ച 3 വിദ്യാർത്ഥികളെയും ഈ സ്ഥാപനത്തിൽ നിന്നും പുറത്താക്കണം എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. ആ നടപടി ഉണ്ടായില്ലെങ്കിൽ തുടർന്നും പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ഇപ്പോഴും SFI നേതാക്കളുടെ നേതൃത്വത്തിൽ ഈ സ്ഥാപനത്തിന്റെ അകത്ത് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ചർച്ചയിൽ ഒരു അനുകൂലമായിട്ടുള്ള തീരുമാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അവരുള്ളത് താനും. എന്തായാലും കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു ഈ സംഭവം നടക്കുന്നത്. സഹപാഠികളായ 3 വിദ്യാർത്ഥികൾ ഹോസ്റ്റലിനകത്ത് വെച്ച് കഞ്ചാവ് ഉൾപ്പെടെയുള്ള രാസലഹരി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചു. ഇത് ഫോണിൽ ദൃശ്യങ്ങളായി പകർത്തി അധ്യാപകർക്ക് അയച്ചു കൊടുക്കുകയായിരുന്നു. ഇങ്ങനെ അയച്ചു നൽകിയതിന്റെ പേരിലാണ് ജനനേന്ദ്രിയം ഈ വിദ്യാർത്ഥിയുടെ അടിച്ചു തകർക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ വിദ്യാർത്ഥി ശസ്ത്രക്രിയ പൂർത്തിയാക്കിയ ശേഷം വീട്ടിൽ വിശ്രമത്തിൽ തുടരുകയുമാണ്. ഈ സംഭവത്തിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ ആ വിദ്യാർത്ഥിക്ക്, ആ കേസിലെ പ്രതിയായിട്ടുള്ള ആൾക്ക് പ്രായപൂർത്തിയാകാത്തതിനാൽ വിട്ടയക്കുകയായിരുന്നു. ഇനിയും 2 പേർക്കെതിരെ പോലീസ് നടപടി ഉണ്ടാകാനുണ്ട്. വിശദമായിട്ടുള്ള അന്വേഷണം നടത്തിയ ശേഷം ആ 2 പേർക്കും ലഹരി ഉപയോഗം അധ്യാപകരെ അറിയിച്ച വിദ്യാർത്ഥിയുടെ ജനനേന്ദ്രിയം തകർത്ത സംഭവത്തിലാണ് തൊടുപുഴ ഗ്രാൻഡിസ് ടെക്നോളജി എന്ന സ്ഥാപനത്തിലേക്ക് SFIയുടെ മാർച്ച് നടക്കുന്നത്. ഇപ്പോഴും ചർച്ചകൾ തുടരുകയാണ്. പരിക്കേറ്റ വിദ്യാർത്ഥി ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്.